KSRTCയിൽ മദ്യപരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥൻ അടിച്ച് പാമ്പായി എത്തുകയും അത് കൈയോടെ പിടികൂടുകയും ചെയ്ത വാർത്തയാണ് ഇന്ന് സജീവമായി സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തത്. ഈ വാർത്ത കണ്ണിൽപ്പെട്ടപ്പോൾ ഇത് തുടങ്ങിയത് എങ്ങനെയാണ്, ഇതിനകത്ത് ചില സമരങ്ങളും പ്രതിഷേധങ്ങളും അരങ്ങേറിയ സംഭവമൊക്കെ ഓർമ്മയിലൂടെ മിന്നി മാഞ്ഞ് പോയി. 2024 ഏപ്രിൽ 1 മുതൽ 15 വരെ ഒരു സ്പെഷ്യൽ സർപ്രൈസ് ഇൻവെസ്റ്റിഗേഷൻ KSRTC വിജിലൻസ് നടപ്പിലാക്കി. CMDയുടെ അതായത് മാനേജിംഗ് ഡയറക്ടർ, KSRTCയുടെ മാനേജിംഗ് ഡയറക്ടർ ഒരു ഉത്തരവിറക്കിയിരുന്നു. മന്ത്രിയുടെ നിർദ്ദേശാനുസരണം മദ്യപിച്ച് വാഹനം ഓടിക്കാൻ പാടില്ല, ഇവരുടെയൊക്കെ ബ്രത്ത് അനലൈസർ ഉപയോഗിച്ച് ഇവരുടെ ശ്വാസ പരിശോധന നടത്തണം, രാവിലെ വന്ന ഉടനെ കുഴലിലൂടെ ഒരു ഊതണം, വനിതാ ഉദ്യോഗസ്ഥരൊഴികെ ബാക്കി എല്ലാവരും ഒരു ഊതിയ ശേഷം മാത്രമേ ഡ്യൂട്ടിക്ക് കയറാവൂ എന്നൊരു നിർദ്ദേശമൊക്കെ വച്ചിരുന്നു. അങ്ങനെ ഊതിയപ്പോൾ ഒരു ദിവസം വിജിലൻസുകാർ പരിശോധനയ്ക്ക് വന്നു. അങ്ങനെ വ്യാപക പരിശോധനയ്ക്കിടെ ഏകദേശം 74 സ്ഥിരം ഉദ്യോഗസ്ഥരെയും 26 താൽക്കാലിക ഉദ്യോഗസ്ഥരെ തൽക്ഷണം KSRTC പിരിച്ചുവിട്ടു. 74 സ്ഥിരം ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. അതിനകത്താണെങ്കിൽ രസകരമെന്ന് പറഞ്ഞാൽ സ്റ്റേഷൻ മാസ്റ്റർ ഉൾപ്പെടെ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 22 സ്ഥിരം കണ്ടക്ടർമാർ ഉണ്ടായിരുന്നു അന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടവരിൽ. കണ്ടക്ടർമാരുണ്ടായിരുന്നു, അതായത് മറ്റ് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നവരുണ്ടായിരുന്നു, ഡ്രൈവർമാരുണ്ട്. അങ്ങനെ പല സെക്ഷനിലെ ഉദ്യോഗസ്ഥർ. ഡ്രൈവർമാരെന്നൊക്കെ പറയുമ്പോൾ ആലോചിച്ച് നോക്കുക, KSRTCയുടെ സ്ഥിരം ഡ്രൈവർമാർ, അവർക്ക് മദ്യപിച്ചു എന്ന് മാത്രമല്ല മദ്യം സൂക്ഷിച്ചിരുന്നു, പിന്നെ മദ്യപിച്ചിരുന്നു. ഈ 2 കുറ്റങ്ങൾക്കാണ് അന്നവരെ സസ്പെൻഡ് ചെയ്തത്. ഈ 2024 ഏപ്രിൽ 1 മുതൽ 15 വരെയുള്ള തീയതികളിൽ വിജിലൻസ് നടത്തിയ സർപ്രൈസ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ. അതിനുശേഷവും നിരവധി സംഭവങ്ങളുണ്ടായി. പിന്നെ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതൊക്കെ കുറഞ്ഞു, KSRTCയുടെ അപകട നിരക്കുമൊക്കെ കുറഞ്ഞു. അതൊക്കെ വളരെ നല്ല പരിഷ്കാരമാണെന്ന് KSRTCക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി. പിന്നെ KSRTC ക്രമേണ 1-ാം തീയതി തന്നെ ശമ്പളം കൊടുക്കുന്ന തരത്തിലോട്ടൊക്കെ ജീവനക്കാരുടെ ഒത്തൊരുമയോടുള്ള പ്രവർത്തനം കൊണ്ട് മാറുകയൊക്കെ ചെയ്തു. ഗണേഷ് കുമാറിന് ഒരുപാട് അഭിനന്ദനമൊക്കെ കിട്ടുകയും ചെയ്തു. ഇതിനിടയിൽ 2 സംഭവങ്ങളുണ്ട്. 2 അല്ല, വാർത്തകളിൽ ഇടം കിട്ടാത്ത മറ്റൊരു സംഭവം കൂടിയുണ്ട്. അത് ഞാൻ പറയാം. വാർത്തകൾ ഇടം നേടിയ 2 സംഭവമുണ്ട്. ആയുസിൽ ഇതുവരെ മദ്യപിക്കാത്ത ഒരു ഉദ്യോഗസ്ഥൻ. അവിടെ ചുരുക്ക് ഈ സ്റ്റേഷൻ മാസ്റ്റർമാർക്കാണ്. സ്റ്റേഷൻ മാസ്റ്ററും അവിടെ ഈ ഡ്യൂട്ടി ഇടാനിരിക്കുന്ന ചില ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവന്മാർക്ക് ചില കൊഴുപ്പ് കൂടും. ഈ തിന്നിട്ട് എല്ലിനിടെ കയറിയിട്ട് അവന്മാർക്ക് ഇഷ്ടമില്ലാത്ത ഉദ്യോഗസ്ഥരെയൊക്കെ ഈ പടിക്ക് പുറത്ത് നിർത്താൻ വേണ്ടി ചില ഉടായ്പ വേലകൾ കാണിക്കും. അങ്ങനെ പാവപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ വന്നപ്പോൾ പറഞ്ഞു, നീ മദ്യപിച്ചിട്ടുണ്ട്, നിനക്ക് ഇന്ന് ഡ്യൂട്ടി ഇല്ല എന്ന് പറഞ്ഞു. അവൻ ആയുസിൽ മദ്യപിക്കാത്തൊരുത്തനാണ്. അവനവിടെ പാവിരിച്ച് സമരം നടത്തി. അതെല്ലാവരും അറിഞ്ഞിട്ടുള്ള വാർത്തയാണ്. അവൻ 1 ദിവസമല്ല 2 ദിവസമല്ല ഏകദേശം ഒരാഴ്ച സമരം നടത്തിയിട്ടാണ് ഡ്യൂട്ടിക്ക് തിരികെ എടുത്തത്. അത് ഡ്യൂട്ടി ഇടുന്നവന്റെ എല്ലിനിടെ കയറിയതിന്റെ കുഴപ്പമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വാർത്ത, ഈ MS മനോജിന് സസ്പെൻഷൻ കിട്ടിയപ്പോൾ അല്പം ആഹ്ലാദത്തോടുകൂടി ഈ വാർത്ത അവതരിപ്പിക്കുന്നത്. കാരണം തിന്നിട്ട് എല്ലിനിടെ കയറിയ ഉദ്യോഗസ്ഥരുടെ പട്ടികയിൽ പെടുന്ന ആളുകളാണ് ഇതൊക്കെ. പാവപ്പെട്ട ആളുകൾ, ഇതുവരെ മദ്യപിക്കാത്തവന്മാരെ പോലും ഉദ്യോഗസ്ഥരെ പോലും ക്രൂരമായി പീഡിപ്പിക്കുന്ന ഉദ്യോഗസ്ഥരാണ് അവരൊക്കെ. ഈ ആളുകളൊക്കെ ഇതുവരെ മദ്യപിക്കാത്ത ഉദ്യോഗസ്ഥരെ പോലും ഡ്യൂട്ടിക്ക് അവസരം കൊടുക്കാതെ നിങ്ങൾ മദ്യപിച്ചു വന്നു എന്ന് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിടുന്ന ആളുകളാണ്. അത് കഴിഞ്ഞ് വേറൊരു ഉദ്യോഗസ്ഥൻ ഡ്യൂട്ടിക്ക് വന്ന് പറഞ്ഞു മദ്യപിച്ചിരിക്കുന്നു, അതുകൊണ്ട് തരുന്നില്ല. അയാൾ പോയിട്ട് പറഞ്ഞു, എന്നാ പിന്നെ മെഡിക്കൽ ഇറങ്ങി വാ, നമുക്ക് ആശുപത്രിയിൽ പോയി മെഡിക്കൽ എടുക്കാം എന്ന് പറഞ്ഞ് ബലാത്കാരമായി പോയി മെഡിക്കൽ എടുത്തിട്ട് വന്നു. മെഡിക്കൽ എടുത്തപ്പോൾ മദ്യപിച്ചിട്ടില്ല. ഈ ബ്രത്ത് അനലൈസർ എന്ന് പറയാം, പോലീസുകാരുടെ കയ്യിലിരിക്കുന്ന മെഷീൻ പോലത്തെ സംഭവമാണ്, മെഷീനാണ്. അതിനകത്ത് പലപ്പോഴും വേരിയേഷൻ ഉണ്ടാകാം, അത് പലപ്പോഴും പ്രശ്നങ്ങളുണ്ടാകാം. ഈ കഴിക്കുന്ന മരുന്നിന്റെ പ്രശ്നം കൊണ്ട് ചിലപ്പോൾ ഇതിനകത്ത് ചൂളമടി കേൾക്കാം. അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയും പ്രതിസന്ധികൾ ഉണ്ടാകാം. ഇത് അവിടെ ഇരിക്കുന്ന ആളുകളുണ്ടല്ലോ, ഈ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം എല്ലിനിടെ കയറിയ ആളുകൾ, അവര് ഈ ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്ന് പറയുമ്പോൾ ഇഷ്ടമില്ലാത്തവൻ വരുമ്പോൾ അവ മദ്യപിച്ചു എന്ന് പറഞ്ഞ് ബ്ലാക്ക് മാർക്ക് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. എനിക്കറിയാവുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ട്, തിരുവനന്തപുരത്ത് വികാസ് ഭവനിലെ ഒരു ഉദ്യോഗസ്ഥൻ. ആ ഉദ്യോഗസ്ഥന്റെ പേര് പറയുന്നില്ല. അയാൾ അല്പസ്വല്പം മദ്യപിക്കുന്ന വ്യക്തിയാണ്. അയാൾ ഒരു ദിവസം അവധിയാണ്, ഡ്യൂട്ടി ഇല്ലാതെ വീട്ടിൽ മദ്യപിച്ചിട്ടുണ്ടെന്നറിയാം. അപ്പോൾ ഒരു ദിവസം വിളിക്കുന്നു യുവമാര്, ഈ ശത്രുപക്ഷത്തുള്ള ആളുകൾ വിളിക്കുകയാണ്, അവൻ ഇന്ന് മദ്യപിച്ചിട്ടുണ്ട്, അവൻ വീട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ്, അവൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഭ്രാന്തനാണ്, കാരണം നന്നായിട്ട് പണിയെടുക്കുന്നവനാണ്, അവൻ ഇന്ന് അവധിയാണെങ്കിലും അവന് ഡ്യൂട്ടി ഉണ്ട്, ഇന്നൊരു അത്യാവശ്യം ഓട്ടോ ഉണ്ട്, ആളില്ല, വണ്ടി എടുക്കണമെന്ന് പറഞ്ഞാൽ അവൻ വന്ന് വണ്ടി എടുക്കും. വണ്ടി എടുത്ത ഉടനെ അവനെ കൈയോടെ പിടിക്കണം, കാരണം അവൻ മദ്യപിച്ചിട്ടാണ് വണ്ടി എടുക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ ഇന്നത്തോടുകൂടി അവനെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടണം. ഇങ്ങനെ പ്ലാൻ ചെയ്ത് അവനെ ജോലിക്ക് വിളിച്ചിട്ടുണ്ട്.
ഈ പാവപ്പെട്ടവൻ വന്ന് വണ്ടി എടുത്ത് കുറച്ച് 1-2 കിലോമീറ്റർ ഓടിക്കുമ്പോഴേക്കും വളഞ്ഞിട്ട് പിടിച്ച് നീ മദ്യപിച്ചിട്ടാണ് വണ്ടി എടുത്തതെന്ന് ആലോചിച്ച് നോക്കുക. മര്യാദയ്ക്ക് അവധി ദിവസം അവന് ഡ്യൂട്ടി ഇല്ല, വീട്ടിൽ കിടന്നുറങ്ങിയവനാണ്, KSRTC ഡ്രൈവറാണ്, തിരുവനന്തപുരം വികാസ് ഭവനിൽ നടന്നതാണ്, മര്യാദയ്ക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങിയവനാണ് അവൻ. അതിനു മുമ്പേ ആ ഡ്രൈവർ അതിനു മുന്നേ ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഹൈക്കോടതി വരെ പോയിട്ടുണ്ട്. ഹൈക്കോടതി വരെ പോയി ഇവർക്കെതിരെ നടപടി വാങ്ങിയ ഉദ്യോഗസ്ഥനാണത്. ആ ഉദ്യോഗസ്ഥൻ അവധി ദിവസം, ഞാൻ പറഞ്ഞ അല്പസ്വല്പം മിനിങ്ങുന്ന കൂട്ടത്തിലുള്ള ആളാണ്, എനിക്ക് വർഷങ്ങളായി അറിയാവുന്ന ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥൻ അവിടെ വീട്ടിൽ കിടന്ന് ഉറങ്ങിയ ഉദ്യോഗസ്ഥനെ അവൻ ഇന്ന് മദ്യപിക്കുന്ന ദിവസമാണ്. അവൻ ഈ KSRTCയോടുള്ള അമിതമായ ആത്മാർത്ഥതയും ഉണ്ട്. അവനെ വിളിച്ചാൽ അവൻ വന്ന് വണ്ടി എടുക്കും. വണ്ടി എടുത്ത ഉടനെ അവനെ കൈയോടെ പിടിച്ചു കഴിഞ്ഞാൽ മദ്യപിച്ചിട്ടാണ് വണ്ടി ഓടിച്ചതെന്ന് പറഞ്ഞിട്ട് അവൻ ഇന്നത്തോടുകൂടി ജോലി എന്ന് പറഞ്ഞു വിടുക. അങ്ങനെ ഗൂഢാലോചന നടത്തിയിട്ട് ഓടിച്ച ഏമാമാരാണ് ഈ കൂട്ടത്തിലുള്ള ആളുകൾ. പിടികിട്ടുന്നുണ്ടോ ഞാൻ പറയുന്നത്? അതായത് ഈ ഡ്യൂട്ടി ഷെഡ്യൂൾ ചെയ്യുന്ന ആളുകൾ, അതുപോലെ ഇങ്ങനെ ഈ ഉദ്യോഗസ്ഥന്മാർ, ഈ ദുഷ്പ്രഭുത്വം കൂടി ഈ അസ്ഥിക്കടയിൽ കയറിയിരിക്കുന്ന ആളുകൾ, ഈ പാവങ്ങളെ ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും ഒറ്റുകൊടുക്കാനിരിക്കുന്ന ആളുകൾ, ഈ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇതുപോലെ വന്ന് പെടുമ്പോഴേ മനസ്സിലാവുകയുള്ളൂ. മദ്യപിച്ച് മതോന്മത്തരായി ഞാൻ മദ്യപിച്ചാൽ കുഴപ്പമില്ല, എന്താടാ എന്നോട് ചോദിക്കുക, ഞാൻ ഇന്ന യൂണിയന്റെ ആളടാ, എൻ്റെ അടുത്ത് ആര് ചോദിക്കും എന്ന തരത്തിൽ വന്ന് ചെന്ന് ചാടിക്കൊടുത്തതാണിത്. അതുകൊണ്ട് MS മനോജിന് കിട്ടിയ പണി എന്ന് പറഞ്ഞ 8ന്റെ പണിയായിപ്പോയി. ആ പണി മനോഹരമായ പണിയാണ് കിട്ടിയത്. ആ പണി അത്യാവശ്യമായിരുന്നു, അത്യന്താപേക്ഷിതമായ പണിയാണ്. അത് കിട്ടേണ്ടടുത്ത് തന്നെ കിട്ടി എന്ന് വേണം പറയാൻ. ഏതായാലും ഇത് നല്ല എന്താണ് KSRTC നടപ്പിലാക്കിയത് നന്മയുള്ളൊരു സംഭവമാണ്. കാരണം എത്രയോ ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ഒരു ദിവസം ആശ്രയിക്കുന്ന പൊതുഗതാഗത സംവിധാനമാണ് KSRTC. അപ്പോൾ അവരുടെ ജനങ്ങളുടെ ജീവൻ വെച്ച് പന്താടുന്നതാണ്. ഇത്രയും ആളുകൾ ഒരു ദിവസം തന്നെ 74 പേരെ സസ്പെൻഡ് ചെയ്യുക, മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർ, കണ്ടക്ടർമാർ, അല്ലെങ്കിൽ സ്റ്റേഷൻ മാസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ഞെട്ടലുണ്ടാകാം. അപ്പോൾ ഇവരൊക്കെ മദ്യപിച്ച് വാഹനം ഓടിക്കുമ്പോൾ എന്തുമാത്രം അപകടങ്ങളുണ്ടാകാം. ഒരു ദിവസം ഗണേഷ് കുമാർ തന്നെ പറയുന്ന സോഷ്യൽ മീഡിയ നമ്മൾ കണ്ടില്ലേ, ഒരു KSRTC ബസ് ഇങ്ങനെ വളഞ്ഞു വന്ന് വഴിയാത്രക്കാരനെ ഇടിച്ചു തെറിപ്പിച്ചു പോകുന്ന ദൃശ്യം കണ്ടിട്ട്, CCTV ദൃശ്യം കണ്ടിട്ട് ഗണേഷ് കുമാർ തന്നെ നെഞ്ചത്ത് കൈവച്ച് പറയാണ്, ഇത് എന്തൊരു ഓടിപ്പാണ് ഓടിക്കുന്നതെന്ന്. അപ്പോൾ അങ്ങനെയുള്ള അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ ഇത്തരത്തിലുള്ള എന്താണ് പരിഷ്കരണങ്ങളും നിയന്ത്രണങ്ങളും നടപടികളും ഒക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ അതിൻ്റെ മറവിൽ നിരപരാധികളായ ഉദ്യോഗസ്ഥരെ പിഴിഞ്ഞ് അവരെ ദ്രോഹിക്കുന്ന കുറെ ദ്രോഹികൾ ഉണ്ടായിരുന്നു. അത്തരം ദ്രോഹികൾക്ക് കിട്ടുന്ന 8ന്റെ പണിയാണ് ഇതൊക്കെ, ഈ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം. ഏതായാലും മദ്യപരിശോധനയ്ക്ക് എത്തിയ ഉദ്യോഗസ്ഥൻ മദ്യലഹരിയിൽ കുടുങ്ങി അവസാനം സസ്പെൻഷൻ വാങ്ങി പോയ വാർത്തയാണ്. ആറ്റിങ്ങൽ ഡിപ്പോയിലാണ് സംഭവം. അതിന്റെ ചരിത്ര പശ്ചാത്തലവുമാണ് ഞാൻ വിവരിച്ചത്. KSRTCക്ക് ഇനിയും ഇത്തരം പരിഷ്കരണ നടപടികൾ വളരെ ശക്തമായി കർക്കശ ബുദ്ധിയോടുകൂടി നടപ്പിലാക്കാൻ KSRTCക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു.